ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഇഷിത മഹേഷ് വിവാഹമാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഹൽദിയൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട്. എല്ലാവരും വിവാഹത്തിൻ്റെ ചടങ്ങിനെ വരുന്നുണ്ട്. നമ്മുടെ വിശ്വജിത്ത് വരെ വരുന്നുണ്ട്, മനസ്സുനിയും വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് പങ്കെടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി തന്നെ. ചേട്ടൻ്റെ വിവാഹം കാണാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങി വിനോദും എത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ നാളത്തെ എപ്പിസോഡ് ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ചിപ്പിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി രചനയാണ് ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ സ്വപ്നവല്ലിനെ കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ കല്യാണം ഉറപ്പിച്ച് നിന്നെ പോലത്തെ ഒരു അഴിഞ്ഞാട്ടക്കാരി അല്ലടി, നല്ല സ്വഭാവ മഹിമയും നല്ല കുടുംബ മഹിമയും നല്ല പ്രൊഫഷണൽ ആയിട്ടൊരു പെണ്ണാണ് എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് ചെറിയ സംശയം തോന്നുക കേട്ടോ. ഇനി അത് ഇഷിത വല്ലതും ആണോ എന്ന് സംശയം തോന്നുവാണ്. അങ്ങനെ നമ്മുടെ രചന ചോദിക്കുന്നുണ്ട് സ്വപ്നവല്ലി അടുത്ത്, അല്ല ഇഷിത ഡോക്ടർ വല്ലതും ആണോ മഹേഷ് കല്യാണം കഴിക്കാൻ പോണത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവല്ലി ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതെ, ഇഷിതനെ തന്നെയാണ് മഹേഷ് കെട്ടാൻ പോണത്. എന്താ അവക്കോ കുഴപ്പം, നിന്നെക്കാളും 100 ഇരട്ടി നല്ല പെൺകുട്ടി തന്നെയാണ് ഇഷിത. മാത്രമല്ല ഡോക്ടറുമാണ്, പിന്നെ നിന്നെ പോലെ അഴിഞ്ഞാട്ടക്കാരിയല്ല. അതുകൊണ്ട് എൻ്റെ മോൻ്റെ ഭാഗ്യമാണ്. ചിപ്പിക്കാണെങ്കിൽ അവൾ മതി ഇപ്പോൾ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് ദേഷ്യം വരട്ടെ. രചന ഈ കാര്യം നേരെ പോയിട്ട് ആകാശിനോട് പറയുന്നുണ്ട്. ആകാശും രചനയും മനസ്വിനിയും ഇവർ 3 പേരും കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ കല്യാണ പന്തലിൽ വരും കേട്ടോ. അങ്ങനെ ഹൽദിയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കും. പക്ഷേ കല്യാണ സമയത്ത് നമ്മുടെ മഹേഷ് പന്തലിൽ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, ചിപ്പിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷേ കല്യാണത്തിന് പന്തലിലേക്ക്, അതായത് വിവാഹത്തിൻ്റെ വേദിയിലേക്ക് വരാനുള്ള ഇഷിതേന ആകാശിൻ്റെ ഗുണ്ടകൾ ചേർന്ന് തോക്ക് കാണിച്ച് പേടിപ്പിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവാണ്. ഇഷിതക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെയും കാണുന്നില്ല, ആർക്കും പറയാൻ പറ്റുന്നില്ല, കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല. മഹേഷ് ഇഷിതേനെ കാത്തിരിക്കുകയാണ് മിന്നു കെട്ടാനായിട്ട്. പക്ഷേ ഇഷിതേന ആകാശിൻ്റെ ഗുണ്ടകൾ കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കാണിച്ചത്. എന്തായാലും അടുത്ത ആഴ്ച നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ വരാൻ പോണത്. അതുമാത്രമല്ല മനസ്സിനെയൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ് ഡാൻസൊക്കെ കളിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിലും ഇങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗുണ്ടകൾ ആകാശിൻ്റെ ഗുണ്ടകൾ തന്നെയാണ് കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്